കോവിഡിന് ശേഷമുള്ള കലോത്സവം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അതിജീവനത്തിന്റെ നാളുകളാണ്. കലാവാസനയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറെ നാളുകൾക്ക് ശേഷം തങ്ങളുടെ കഴിവുകളെ മാറ്റുരയ്ക്കാനുള്ള സുവർണാവസരവും. ിപ്പുറമുള്ള മത്സരത്തിൽ വിജയിക്കണമെന്നതിലുപരി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ പങ്കുചേരണമെന്ന ആഗ്രഹമാണ് മത്സരാർത്ഥികൾക്ക് അധികവുമുള്ളത്. NSS നിലമേൽ കോളേജിലെ BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയും സ്കൂൾ തലം മുതൽ തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മോഹിനിയാട്ട മത്സരാർത്ഥിയായ നന്ദയുടെ അഭിപ്രായം ഇങ്ങനെയാണ്. എൻ്റെ പേര് നന്ദ. ഞാൻ നിലമേൽ NSS കോളേജിലെ BSc മാത്തമാറ്റിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഡാൻസ് പഠിച്ചിട്ട് 10-15 വർഷമായി. കുഞ്ഞുനാൾ മുതൽ +2 വരെ കലോത്സവം തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ കോവിഡ് ആയതുകൊണ്ട് ഒന്നിനും കലോത്സവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും പോയില്ല. ഇപ്പം ഇവിടെ വരെ വന്നു. ഒത്തിരി സന്തോഷം. 2 വർഷത്തിന് ശേഷം ഇപ്പം ഇറങ്ങാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഇല്ല, ഈ സ്റ്റേജിൽ കളിക്കാൻ തന്നെ പറ്റിയത് ഒത്തിരി സന്തോഷം. അതിൽ എന്ത് കിട്ടിയാലും സന്തോഷം. എൻ്റെ പേര് ശ്രീലക്ഷ്മി ലാൽ. ഞാൻ SN ലോ കോളേജിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് മുണ്ടയ്ക്കലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ. അതിനു മുന്നേ അല്ലാതെ യുവജനോത്സവത്തിനാണ്. അതിൽ 3 വർഷവും ഞാൻ സ്റ്റേറ്റ് പോയി. പിന്നെ ഇത് ആദ്യമായിട്ടാണ്. ഭയങ്കര സർപ്രൈസ്ഡാണ്. നോക്കാം. കേരള സർവകലാശാല യൂണിയൻ യുവജനോത്സവം ആദ്യ ദിനത്തിൽ മത്സരാർത്ഥികൾ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. പ്രധാന വേദിയായ KPC ലളിതാ നഗറിൽ 1ാം ദിനം മോഹിനിയാട്ട മത്സരമാണ് അരങ്ങേറിയത്. ഇവിടെ 45ഓളം കലാപ്രതിഭകളാണ് മാറ്റുരച്ചത്. മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ചമയത്തിനായി മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിലെത്തി. മോഹിനിയാട്ടത്തിന് ചമൽക്കാരം നടത്തുന്നതിന് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് കലോത്സവത്തിന് എത്തിയത്. ഇത്തരത്തിൽ മത്സരാർത്ഥികളെ മേക്കപ്പിലൂടെ അണിയിച്ചൊരുക്കുന്ന മേക്കപ്പ് കലാകാരന്മാർക്ക് ഈ കലോത്സവം അതിജീവനത്തിന്റെ വഴി കൂടിയാണ്. അതിനെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര് മുരുകൻ ആലുവ എന്നാണ്. ഞാൻ 20 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയുണ്ട്. പിന്നെ കഴിഞ്ഞ 2 വർഷം കോവിഡിൻ്റെ പ്രശ്നങ്ങളായതുകൊണ്ട് പേരിൽ കുറച്ച് എന്താ പറയുക, നമുക്ക് കല മൊത്തത്തിലൊരു പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. അതിപ്പം മാറി വീണ്ടും പഴയതുപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കണം. എന്തായാലും അതിൻ്റെ ഒരു ശുഭാപ്തി പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2ാം വേദിയായ നെടുമുടി വേണു നഗറിലാണ് കഥകളി അരങ്ങേറിയത്. കാലകേയവധവും രാവണോത്സവവും വേദിയിൽ നിറഞ്ഞാടി. നാടൻ കലാരൂപങ്ങൾക്ക് മത്സരാർത്ഥികൾ കുറവാണെന്നത് ഈ കലോത്സവത്തിലും പ്രതിഫലിച്ചു. 7 മത്സരാർത്ഥികളാണ് ആൺപെൺ വിഭാഗത്തിൽ മത്സരിച്ചത്. പെൺകുട്ടികൾ അധികം കടന്നു വരാത്ത കഥകളി ഇനത്തിൽ ആഗ്രഹം കൊണ്ട് വേദിയിലെത്തിയവരാണ് മിക്ക മത്സരാർത്ഥികളും. മത്സരത്തിൽ പങ്കെടുത്തവരിൽ കൂടുതൽ മത്സരാർത്ഥികളും ആദ്യമായാണ് യൂണിവേഴ്സിറ്റി കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ദേവിഗംഗ. ഞാൻ ശ്രീനാരായണ വനിതാ കോളേജിലെ സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. ഞാൻ CBSEയിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കലോത്സവത്തിന് കഥകളി എന്ന് പറഞ്ഞൊരു ഇനം ഇല്ലായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി ലെവലിൽ അത് വന്നപ്പോൾ അതിൽ പങ്കെടുക്കാനൊരു താല്പര്യം തോന്നി. അങ്ങനെ പഠിച്ചതാണ്.
കഴിഞ്ഞ ഒരു വർഷം നമുക്ക് ഇല്ലായിരുന്നു കലോത്സവം, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഈ വർഷം അതെല്ലാം നികത്തി ഞങ്ങളുടെ കോളേജായാലും എല്ലാ ഇനത്തിനും പങ്കെടുക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. മൂന്നാം വേദിയായ ലതാ മങ്കേഷ്കർ നഗറിൽ ഗസൽ മത്സരമാണ് നടന്നത്. അതിമാധുര്യമുള്ള ഗാലാപന ശൈലിയായ ഗസലിനും മത്സരാർത്ഥികൾ കുറവായിരുന്നു. എന്നാൽ ശാന്തവും വർണ്ണനയുമുള്ള വരികളുള്ള ഗസൽ കേൾക്കാൻ നിരവധി ആസ്വാദകരാണ് എത്തിയത്. രണ്ടാം ദിനം ശ്രീനാരായണ വനിതാ കോളേജിൽ നടന്ന തിരുവാതിര മത്സരവും മൈമുമൊക്കെ ഏറെ മികവുറ്റതായിരുന്നു. പ്രധാന വേദികളിൽ നടന്ന മത്സരങ്ങളിൽ ഉത്സവ അന്തരീക്ഷമായിരുന്നു. ചമ്മിത്തൊരു പന്തലിൽ പൊലിവായി മട്ടമീര കിളിപാലൻ അറുനീലൻ തനി കൊട്ട നടക്കൻ ഉറുക്കിയ ചേല് ചേലിൽ പല ചുണ്ടും ചിരിയും രസിപ്പാടാ ഭാരമവർ പൊടു കാരണവന്മാർ വാക്കു പറഞ്ഞേ സായെ പോകാൻ ഒരുക്കുമ്പോൾ ഒരു ചെല്ലം മുറുക്കാനല്ല. ഒരുപാട് കോളേജിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 2-3 എണ്ണത്തിന് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം അവരെ പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസിനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ ഇവിടെ ഇരുന്ന ആളുകളിൽ നിന്നും നല്ല രീതിയിലുള്ള ആ ഒരു സപ്പോർട്ട്. കാരണം സ്റ്റേജിൽ അവർ ചെയ്യുമ്പം പുറത്തുള്ള കാണികളുടെ ആവേശം കൂടി അവർക്ക് അത്യാവശ്യമാണ്. സോ ആ ഒരു രീതിയിൽ വന്ന ഒരു 4-5 എണ്ണത്തിൻ്റെ അകത്ത് ഒരു 2-3 എണ്ണത്തിൽ നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന മത്സര ഇനങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ പങ്കാളിത്തവും പ്രകടനവും തന്നെയാണ് കലോത്സവ വേദി സാക്ഷ്യം വഹിക്കുക. ഏഷ്യ മീഡിയ വിഷൻ, കൊല്ലം.